ഹലോ, ഞാൻ ഡോക്ടർ സരിത പ്രേം. അപ്പോൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇത്രയും ദിവസം കുറേ വീഡിയോസിൽ നമ്മൾ ഫീമെയിൽസിൻ്റെ സ്കിൻ റുട്ടീൻസും അല്ലെങ്കിൽ ഡെയിലി കെയർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം പലപ്പോഴും മെയിൽസിന്, അതായത് ജെൻസിന് പലപ്പോഴും ഉള്ള സ്കിൻ റുട്ടീൻ എന്താണ് അല്ലെങ്കിൽ ഫേസ് റുട്ടീൻ എന്താണെന്ന് അറിയില്ല. പലപ്പോഴും ഞാനിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ഒറ്റ കാര്യം, ഡോക്ടർ ഞാൻ മേക്കപ്പ് ഇട്ടെന്ന് ആരെങ്കിലും പറയുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വീട്ടിലാരും എന്തെങ്കിലും ചിന്തിക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സ്കിന്ന് മെയിലാണെങ്കിലും ഫീമെയിലിനാണെങ്കിലും അത് കെയർ ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഹെൽത്ത്. അപ്പോൾ ഫീമെയിൽസ് തന്നെയാണ് സ്കിൻ കെയർ റുട്ടീനും അല്ലെങ്കിൽ ഫേസ് കെയർ റുട്ടീനും ഫോളോ ചെയ്യേണ്ടെന്ന് ഒരു നിബന്ധനയില്ല. ഡെഫിനറ്റ്ലി അത് മെയിൽസും ശ്രദ്ധിക്കണം. കാരണം മെയിൽസ്, അതായത് ജെൻസിൻ്റെ ഒരു റെഗുലർ റുട്ടീൻസിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോകെ അല്ലെങ്കിൽ ഏജ് ആവും തോറും അവരുടെ ഫേസിൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ തുടങ്ങും. ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരുന്ന സമയത്തായിരിക്കും പലരും ബോധേഡ് ആവുന്നാലോ, അതോ ഏജിങ് സൈൻസ് ആയി പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വറി ചെയ്യാറുണ്ട്. അപ്പോൾ ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പിൻ്റെ ഭാഗമൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ സ്കിന്നിനെ ഒരു ലൈവ്ലി ലുക്ക് അല്ലെങ്കിൽ ഒരു യൂത്ത്ഫുൾ ലുക്കിൽ വെക്കുക, ഒരു ഹെൽത്തി ലുക്കിൽ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെയിലി ജെൻസിന് വേണ്ട സ്കിൻ കെയർ റുട്ടീൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ബേസിക് ആയിട്ട് എല്ലാവർക്കും വേണ്ടതാണ് ഒരു നല്ല ക്ലെൻസർ, ഒരു നല്ല ഫേസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ഫേസ് വാഷ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട്, സാധാരണഗതിയിൽ ഭയങ്കര ഡ്രൈ സ്കിന്നാണോ, അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണോ, ഭയങ്കര പിമ്പിൾസ് ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആവുന്ന ഒരു ബേസിക് ഒരു ക്ലെൻസർ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പിന്നെ വേണ്ടത് മോയ്സ്ചറൈസറാണ്. അത് പല ടൈപ്പ് ഉണ്ട്. ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. എല്ലാവരും ക്രീം ബേസ്ഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കിന്നിൻ്റെ അനുസരിച്ചിട്ടാണ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് ജെൽ ബേസ്ഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്, പിന്നെ ക്രീം ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ക്രീം ബേസ്ഡ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലാത്ത സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫേസും നെക്കും ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് ഒരു സൺസ്ക്രീനാണ്. ഇപ്പോൾ സൺസ്ക്രീൻ ഇടുക എന്ന് പറയുമ്പം അതും പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും വേണം. കാരണം നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ചൂട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സണ്ണിൽ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കണം എന്നൊന്നുമല്ല. നമ്മൾ ഒരു ഡേ ടൈമിൽ നമുക്ക് എപ്പോഴും സൺസ്ക്രീൻ നമ്മളുടെ ഫേസിലും ഒക്കെ എക്സ്പോസിങ് ഏരിയാസിലുള്ളത് വളരെ നല്ലതാണ്. അപ്പം ആ ഒരു സ്കിന്നിന് ടാൻ, ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ആ റേഡിയേഷൻസ് ഒക്കെ പോകുമ്പോഴും ആ സ്കിന്നിന് ഒരുപാട് ടാനും ഡാർക്ക്നെസ്സും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഒരു 30+ അല്ലെങ്കിൽ 50+ ഉള്ള സൺസ്ക്രീൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും നിങ്ങളുടെ ബേസിക് റുട്ടീൻസിൽ മസ്റ്റാണ്. ഇത് പോകെ നിങ്ങൾ മേക്കപ്പ്സ് യൂസ് ചെയ്യണമെന്നൊന്നും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പറയാറില്ല. മേക്കപ്പ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ ഇത് മൂന്നും ജനറലി എല്ലാവർക്കും സ്കിൻ കെയർ റുട്ടീനിൽ ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജെൻസ് വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ റുട്ടീൻസിലും ഈ ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന പല ചേഞ്ചസും ഒക്കെ, അല്ലെങ്കിൽ ഏജിങ് ഫാക്ടേഴ്സിനൊക്കെ കുറയ്ക്കാനും സ്കിന്നിനെ നല്ല യൂത്ത്ഫുൾ ലുക്കിൽ വെക്കാനായിട്ടും